നമ്മൾ ഈ ഒരു കാർഡ്ബോർഡിന് വെച്ചൊരു സിമ്പിൾ വോൾ ഡെക്കർ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് കാർഡ്ബോർഡിന് 6 ഇഞ്ച് വലിപ്പത്തിൽ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വോൾ ഡെക്കറിന് മെയിനായിട്ട് വേണ്ടത് ഊളൻ ത്രെഡാണ്. അപ്പോൾ ഈ ഊളൻ ത്രെഡ് ഓരോരുത്തരുടെ ലെങ്തിന് എത്ര വേണോ അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ലെങ്തിൽ കുറച്ചധികം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കളേഴ്സൊക്കെ ഇഷ്ടമുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ചധികം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു കാർഡ്ബോർഡിനെ പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം, ഒരു ഹാഫ് സർക്കിളായിട്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ ഒരു വലിയ ഫാമിലി ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 പീസ് നമുക്ക് വേണം കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഞാൻ ഇതുപോലെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് അപ്ലൈ ചെയ്തെടുക്കാം. പിറകുവശത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, വോൾ ഹാങ് ചെയ്യുന്ന പോർഷനല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ പിറകുവശത്ത് അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വോൾ ഹാങ് ചെയ്യുന്ന പോർഷനായതുകൊണ്ട് വെറുതെ പെയിൻറ്റ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇനി ഇതുപോലെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ എടുത്തിട്ട് എൻ്റെ താഴത്തെ പോർഷനിൽ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം, അതുപോലെ ഫെവിക്കോളും യൂസ് ചെയ്യാം. ഇത് എന്തിനാണ് സ്റ്റിക്ക് ചെയ്യണതെന്ന് വലിയ കണ്ടോ. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഊളൻ ത്രെഡ് എടുത്ത ശേഷം ഒരു 2-3 കട്ട് ചെയ്തതിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ അടുപ്പിച്ച് ചേർത്ത് വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്യണം. ഒരറ്റത്തിൽ നിന്ന് അങ്ങ് അറ്റം വരെ ഈ ഒരു രീതിയിൽ ചേർത്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്യണം. ഒട്ടും ഗ്യാപ്പൊന്നും ഉണ്ടാവാതെ തന്നെ സ്റ്റിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഈ ഒരു വോൾ ഹാങ്ങിന് വലിയ ചിലവൊന്നുമില്ല, ഒരു 20 രൂപയുടെ ചിലവേ ഉള്ളൂ. ഒരു കാർഡ്ബോർഡ് അതൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. ഊളൻ ത്രെഡിൻ്റെ മാത്രം ഒരു ചിലവ് 20 രൂപയൊക്കെ വരത്തുള്ളൂ. ഓരോ സ്ഥലത്ത് വിലയൊക്കെ മാറും. എനിക്ക് 2 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഊളൻ ത്രെഡ്. അപ്പോൾ ഇതുപോലെ അങ്ങ് അറ്റം വരെ നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കറിന് പകരമായിട്ട് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ സാധാ ഗ്ലൂ ഒക്കെ ഉപയോഗിക്കാൻ, സ്റ്റിക്ക് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്ത ശേഷം ഒന്നും കൂടെ തന്നെ സെക്യൂർ ചെയ്യാനായിട്ട് ഇതുപോലെ സാധാ സെലോ ടൈപ്പ് യൂസ് ചെയ്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഗ്ലൂ ഗണ്ണൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് ത്രെഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് എടുക്കണം. ഒരു സൈഡ് ചരിച്ചോ സ്ട്രൈറ്റോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി കട്ട് ചെയ്തെടുത്ത ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് അയൺ ബോക്സ് ഒന്ന് ചൂടായ ശേഷം ഓഫ് ചെയ്ത ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഒരു വോൾ ഡെക്കർ ഇഷ്ടപ്പെടുമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.